ഇന്റർനെറ്റിലെ ഒരു സംഭവം ഇങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ട്. പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു മന്ത്രി, ആ മന്ത്രിക്ക് 83 മക്കളിന്. എന്റെ അമ്മോ, സാധാരണഗതിയിൽ ലോക റെക്കോർഡാണല്ലോ അത്. 83 മക്കൾ ഉണ്ടാവണമെങ്കിൽ ആ അമ്മയ്ക്ക് 100 വയസ്സെങ്കിലും ഉണ്ടാവണ്ടേ? അതുണ്ടോ? അത്രയും വേണ്ടേ? അത്രയും വേണ്ടേ? അപ്പൊ എങ്ങനെയാണ് 83 എന്നുള്ള സംഖ്യയിലെത്തുന്ന? 14 എന്ന് പറയുന്നതും ഉണ്ടാവാറുണ്ട് ചില കുടുംബങ്ങളില്. പക്ഷേ 12 മക്കളെ പെറ്റൊരമ്മ എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ ഉണ്ടല്ലോ അല്ലേ? 12 നിന്റെ മക്കളിൽ ഞാനാണ് മൂഢൻ അല്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ സംഭവിക്കുമ്പോൾ 14 മക്കളോ 101 റെക്കോർഡ് ഇവിടെ കിടക്കുന്നു അല്ലേ? ഗാന്ധാരി 101. അപ്പം അതും സംഭവ്യമാണ്. നമ്മളീ പറയുന്നത് ഒരു മന്ത്രിയാണ് ഇത്രയും. മന്ത്രിക്ക് ഇത്രയും സമയം എങ്ങനെ കിട്ടിയെന്നുള്ളത് പോലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഇത്രയും തിരക്ക് പിടിച്ച ഒരു മന്ത്രി, മന്ത്രിക്ക് 100 വയസ്സെന്നുള്ള ഇത്രയും തിരക്ക് പിടിച്ചു. വർഷത്തിൽ ഒന്നല്ലേ പറ്റൂ, എന്തോ ആയാലും ശരി, അതിനപ്പുറം പറ്റില്ല. അപ്പോൾ 83 വർഷങ്ങളും പിന്നിട്ടു. അങ്ങനെ വിചാരിക്കാം, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ സ്വാഭാവികം. എങ്കിലും ഒരു 100 വയസ്സെങ്കിലും വേണ്ടേ മന്ത്രിക്ക്? പക്ഷേ അതും സാധ്യമാണ്. ജപ്പാനിലൊക്കെ ഉണ്ട് അങ്ങനെ 100ന് മുകളിലിരിക്കുന്ന ആൾക്കാർ. നല്ല ശാസ്ത്രീയമായിട്ടുള്ള ജീവിതവും ചോറും മീനും മാത്രമായിട്ടുള്ള ആഹാരവും ഒക്കെ ചേർന്ന് അത് സാധ്യമാണ്. കാലാവസ്ഥയും അനുകൂലമാണ്. അങ്ങനെയൊക്കെ യോഗയൊക്കെ ചെയ്യുന്നവർ ടിബറ്റിലൊക്കെ അതിനും അപ്പുറം ഇരിക്കാറുണ്ടെന്ന് പറയാം. എന്തും ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ മുന്നിലുള്ളത് ഒരു മനുഷ്യ സ്ത്രീയല്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നിർമ്മിത ബുദ്ധിയിൽ കൂടി നിർമ്മിക്കപ്പെട്ട ഒരു മന്ത്രിണിയാണ്. ആ മന്ത്രി അൽബേനിയയിലെ മന്ത്രിണിയാണ്. ഈ മന്ത്രിയെ എന്തിനാണ് സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ചതല്ല, മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. മന്ത്രിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ആണുങ്ങളാണെങ്കിൽ മുഴുവൻ അഴിമതിയായി, നമ്മൾ കാണുന്നുണ്ടല്ലോ, കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ, മുഴുവൻ അഴിമതിയാക്കും അല്ലേ? പരിശുദ്ധമായിട്ടുള്ള ശബരിമല പോലുള്ള ആസ്ഥാനങ്ങളിൽ പോലും അഴിമതിയുടെ കളിയരങ്ങും കൂത്തരങ്ങും ഒക്കെ ആക്കി അവർ മാറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീ ആകുമ്പോൾ കുറച്ച് അഴിമതി കുറയും. ഓരോ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ എന്ന് പറയാറുണ്ടല്ലേ, എന്നൊക്കെ പറയാറുണ്ടല്ലേ? അപ്പൊ സ്ത്രീകൾക്ക് പുരുഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അഴിമതിയായിട്ട് തീരും. റാബ്രി ദേവി മോശമാണോ? ലാലു പ്രസാദ് പിറകിൽ നിന്നതേ ഉള്ളൂ. അഴിമതി റാബ്രി ദേവി നടത്തി. 1 പേര് ഇപ്പോൾ കേസിൽ പ്രതികളാണ്. അത് പോട്ടെ, നമ്മൾ അങ്ങോട്ട് പോയാൽ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോകും, അത് വേണ്ട. അപ്പോൾ 83 കുഞ്ഞുങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 83 എന്നുള്ള സംഖ്യ എന്തിനാണെന്ന് അറിയാം? എന്തിനാണത്? ഈ 83 എന്നുള്ള സംഖ്യയിൽ എത്തിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? ഈ പറയുന്നത് വാർത്ത അനുസരിച്ചിട്ട് അമ്മയ്ക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ ചായ കുടിക്കണമെന്നോ ഒക്കെ തോന്നി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. എൻ്റെ ഒരു സംശയം, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടോ? ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. എനിക്കറിയാം, അങ്ങനെ നമുക്ക് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അങ്ങനെയൊക്കെ പോകുമ്പോൾ മക്കൾ അവിടെ എവിടെ ഇരിക്കും? ആ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്ത് കയറിയിരുന്നു കൊണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഉള്ളത് വള്ളി പുള്ളി വിസർഗം വിടാതെ അമ്മയോട് പറഞ്ഞു കൊടുക്കും ഈ 83 മക്കളും. അതിനു വേണ്ടിയിട്ടാണ് ഈ 83 മക്കൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എന്താ കുഞ്ഞുങ്ങൾ 0 വയസ്സായപ്പോൾ തൊട്ട് 1 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അമ്മയെക്കാളും ബുദ്ധിയുള്ളവരായിട്ടാണ് വളരുന്നത്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ, അഭിമന്യു സുഭദ്രയുടെ അല്ലേ, ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ പത്മവ്യൂഹം എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടതെന്ന് പഠിച്ചില്ല, പക്ഷേ പത്മവ്യൂഹത്ത് കടന്നു കയറുന്നത് എങ്ങനെയെന്ന് പഠിച്ചു അല്ലേ? അങ്ങനെ പഠിച്ചിട്ടാണ് അതിൽ കടന്നു കയറിയത്. കടന്നു കയറിയപ്പോൾ ഇറങ്ങി വരുന്ന വിദ്യ അദ്ദേഹം പഠിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വധിക്കപ്പെട്ടത്. കർണനായിരുന്നു അതിൻ്റെ പിന്നിലെ മുഖ്യം. അയാളെ ഇട്ട് കൊല്ലുക, ഈ കൊച്ചു പയ്യൻ 14 വയസ്സുള്ള ആളിനെ കൊല്ലുക എന്നുള്ളതിൽ ഏറ്റവും ക്രൂരമായിട്ട് പെരുമാറിയത് കർണനാണെന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധി സാധ്യമാണെന്നാണ് ഇപ്പോൾ എയും പറയുന്നത്. ഗർഭത്തിലിരിക്കുമ്പോഴേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് പഠിച്ചു തുടങ്ങും, അത് ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു അറിവാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അൽബേനിയയിലെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 83 മക്കൾക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാർലമെൻറ്റിൻ്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങളവിടെ വീക്ഷിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എങ്കിൽ മാത്രമേ അമ്മയ്ക്ക് അവിടെ എന്തൊക്കെ നടന്നെന്നും അതിനെതിരെയുള്ള കറക്റ്റീവ് ആക്ഷൻ, അഴിമതി കറപ്ഷൻ ആണല്ലോ അഴിമതി എന്ന് പറയും, അതിനെതിരെയുള്ള കറക്റ്റീവ് ആക്ഷൻസ് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാമെന്നും പറഞ്ഞു കൊടുക്കുന്നത്. ഇതുവരെ ഇപ്പോൾ ഈ ജനുവരിയിൽ തുടങ്ങിയതാണ് ഈ അമ്മയുടെ ഭരണം. ഈ അമ്മയുടെ ഭരണം അത് വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയുമാണ് കേട്ടോ. അൽബേനിയയിലെ AI മന്ത്രിയാണ് ഇവർ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവരുടെ ചുമതല. അവരുടെ പേര് ഡില്ല എന്നാണ്.
ഡില്ല. അൽബേനിയയിലെ സാധാരണ സ്ത്രീകളുടെ രൂപത്തിൽ തന്നെ വേഷത്തിലും തന്നെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ട അസാമാന്യമായിട്ടുള്ളൊരു സുന്ദരിയാണ്. ഒരു ആര്യവംശത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഡില്ല. ഈ മക്കൾ 83 പേരും പെൺകുട്ടികൾ തന്നെയാണ്. അതും വീണ്ടും കോൺസെപ്റ്റ് ഒരു ജെൻഡർ ഇക്വേഷൻ അവിടെ തെറ്റിപ്പോ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എല്ലാം പെൺമക്കൾ മാത്രമേ ഈ കറപ്ഷനെതിരായിട്ട് ആണുങ്ങളെല്ലാം കറപ്റ്റ് ആണെന്നുള്ള ഒരു പ്രിജുഡിസ് അവിടെ വരുന്നുണ്ട്. എന്നാലും വേണ്ടില്ല, കറപ്ഷൻ ഇല്ലാതായാൽ മതി. പക്ഷേ ഇവിടെ യാതൊരു വിധത്തിലുള്ള കറപ്ഷനും ഈ AI ചുമതല ഏറ്റ ശേഷം ഇതുവരെ വന്നിട്ടില്ലെന്നുള്ളതാണ് അൽബേനിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ്. ഇത് കുറച്ച് നാളായി കാണുമല്ലോ. ഈ വർഷം ജനുവരി തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും അതിനുശേഷം ഇത്രയും മാസത്തിനിടയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അഴിമതിയേ ഉണ്ടായിട്ടില്ല. ഈ AI അമ്മയെ പേടിച്ച് ഒരു പുരുഷനും അഴിമതി നടത്താൻ വേണ്ടിയിട്ട് മുതിർന്നിട്ടില്ല. ഇനിയും പുരുഷന്മാർ സ്വാഭാവികമായിട്ടുള്ള അവരുടെ വൈകാരിക ചേഷ്ടകൾ വല്ലോ ഇവർക്ക് നേരെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയാലോ അത് അമ്മയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന പ്രതിരോധ ശക്തിയെല്ലാം ഈ AIയിൽ തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്ലോബൽ ഡയലോഗ് ജർമ്മനിയിൽ വെച്ച് നടക്കാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ്. അവിടെ വെച്ച് അൽബേനിയൻ AD റാമയാണ് ഈ വിവരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, 83 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദി എംബ്രിയോണിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. കുട്ടികൾ വരണമെങ്കിൽ ഇനിയും നമ്മുടെ രീതി അനുസരിച്ചൊരു 9 മാസവും ഏതാനും ദിവസങ്ങളും കൂടി കഴിയണമെന്നാണ് പറയുന്നത്. ഈ പാർലമെൻറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കുന്ന MP-മാരെ സഹായിക്കാൻ ഇവരുണ്ടാവും. അപ്പോൾ ഒരാൾ പോരാ, MP-മാർക്കെല്ലാം സഹായം ആവശ്യപ്പെട്ട വിവരം നമ്മൾ കമ്പ്യൂട്ടർ നോക്കിയിട്ട് അതിങ്ങനെയാണല്ലോ, നമ്മൾ ആ ഡിജിറ്റുകളിൽ തൊട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ഇത് നേരിട്ടങ്ങ് പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഉണ്ടോ അവിടെ പാർലമെന്റിൽ എന്തൊക്കെ നടന്നു, ചുമ്മാ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പ്രജിത എന്നോട് ചോദിക്കുന്ന പോലെ ഞാൻ തിരിച്ചു ചോദിക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കും. നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ലല്ലോ. അതാണ് വേറെ അഴിമതി എന്ന് പറയുന്ന സംഗതി തൊട്ട് തീണ്ടത്തില്ല. അതാണ് മനുഷ്യരുമായിട്ടുള്ള ഒരു വ്യത്യാസം. അതുപോലെ എല്ലാ കാര്യങ്ങളുടെയും ഡേറ്റ സൂക്ഷിച്ചു വെക്കുക. അതിനകത്ത് അൺലിമിറ്റഡ് ഡേറ്റയാണ്. ഒന്ന് കാപ്പി കുടിക്കാനോ മൂത്രമൊഴിക്കാനോ പുറത്തു പോയി വരുന്ന MP-യോട് ആ സമയത്ത് പാർലമെൻറ്റിൽ എന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ മന്ത്രിയല്ല ഇത് കാപ്പി കുടിക്കാനോ മൂത്രമൊഴിക്കുക, അത് മനുഷ്യ സഹജം മാത്രമാണ്. അവരാണ് പോകുന്നത്. അപ്പോൾ AIക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അത് ക്ലിയർ ആയിട്ടുണ്ട്, അതിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും പ്രവർത്തന നിരവധി, വിശ്രമം പോലും വേണ്ട. അതുപോലെ AI നിർമ്മിത മന്ത്രിയെ സർക്കാരിൽ നിയമിച്ച ആദ്യ രാജ്യം ലോകത്തെ അമേരിക്കയല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ജർമ്മനിയുമല്ല, ജപ്പാനാണ് ഈ ടെക്നോളജിയിൽ ഏറ്റവും മുന്നേറിയിരിക്കുന്നത്, അവരുമല്ല. ചൈനയും കുറേയേറെ മുന്നേ, അവരാരുമല്ല. അൽബേനിയ എന്ന് പറയുന്ന പരക്കെ അറിയപ്പെടാത്ത ഈ രാഷ്ട്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അൽബേനിയൻ വേഷമാണ് അണിയുന്നത്. എത്ര വേഗത്തിലാണ് ലോകത്തിന്റെ ഒരു കുതിപ്പുണ്ടാകുന്നത്. അതെ വേഗത്തിലാണ്. ഡേറ്റ അനലൈസ് ചെയ്യുന്നതും വളരെ വേഗത്തിലാണ് ഇവർ, വളരെ വേഗത്തിലാണ്. മേൽനോട്ടം വഹിക്കുകയാണ് ഇവർക്കായിട്ട് കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ഈ മേഖലയെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുതാര്യവും അതുപോലെ അഴിമതി മുക്തവുമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ 2026 അവസാനത്തോടെ ഡില്ലയുടെ പ്രവർത്തനം പൂർണ്ണ തോതിൽ, ഇപ്പോൾ ഫുൾ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടന്നിട്ടില്ല. 2026 ആകുമ്പോഴത്തേക്കും ഇത് ഫുൾ സ്ട്രീമിലേക്ക് പോകുമെന്നുള്ളതാണ്. ആ കുട്ടികളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അഴിമതിക്കാരെ അവർ തന്നെ പിടിച്ച് ഗില്ലറ്റും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത് 2026 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം. അതെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെയും സഹായിക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളെയും സഹായിക്കാൻ പറ്റും. മന്ത്രിയുടെ സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന സ്ത്രീയുടെ ഡില്ല എന്ന് പറയുന്ന ആൾക്ക് ആദ്യം രൂപം നൽകിയുള്ളൂ, മന്ത്രിയായിട്ടല്ല. പിന്നീട് മന്ത്രിയായിട്ട് നിയമിക്കുകയായിരുന്നു. ആദ്യം ഇതിനെ സൃഷ്ടിച്ചു, അതിനുശേഷം പെട്ടെന്ന് തന്നെ അൽബേനിയൻ മന്ത്രിസഭ യോഗം ചേർന്നിട്ട് അവരെയും മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് പ്രവേശിച്ചു. അതിൻ്റെ വാർത്തകളൊക്കെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ 83 കുഞ്ഞുങ്ങളെ കൂടി മക്കളായിട്ട് അവർക്ക് ഉടനെ തന്നെ കിട്ടുന്നു. അതിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിലാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവരെല്ലാം കൂടെ ചേർന്നാൽ എല്ലാ രാജ്യത്തും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ അഴിമതി ഇല്ലാതാക്കാം. ദേവസ്വം ബോർഡിൽ ഇത്തരം ഒരു അംഗം ആവശ്യമാണ് വാസ്തവത്തിൽ, അല്ലേ? നമ്മുടെ ദേവസ്വം ബോർഡിൽ തീർച്ചയായിട്ടും നമ്മുടെ മന്ത്രിസഭയിൽ ഒരാൾ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനും ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാനുമുള്ള ധനം സമ്പാദിക്കാൻ നേരായ മാർഗത്തിൽ കൂടി തന്നെ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.